നിങ്ങളുടെ അച്ഛനും അമ്മയും എനിക്ക് തരുമോ? ഞാൻ നോക്കിക്കോളാം. നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണെന്ന് വെച്ചോളൂ. വാർദ്ധക്യത്തിന്റെ ഒരു വല്ലാത്തൊരു ഏകാന്തതയിലൊക്കെയാണ് അവരെങ്കിലും ഉണ്ടോ. ഇനി നമ്മുടെ തിരുവനന്തപുരത്ത് പട്ടത്ത് ഒരു ഗംഭീര സ്ഥാപനമുണ്ട്. ബോധി എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയും രാവിലെ കൊണ്ടുവന്ന് ഇവിടെ വിട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ വിളിച്ചോണ്ട് പോകാൻ പറ്റും. വളരെ ചെറിയ തുകയേ ഉള്ളൂ. മാത്രമല്ല അവർക്ക് അത്യാവശ്യം ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ആയുർവേദ ചികിത്സയുടെ പാക്കേജ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ കൊടുക്കുന്ന ചെറിയ തുച്ഛമായിട്ടുള്ള ഒരു ഫീസ്. ഈ ഫീസ് എന്ന് പറയുന്നത് പോലും സത്യത്തിൽ അതൊരു ഫീസായിട്ട് സർവീസ് ചാർജ് പോലെയൊക്കെ മാത്രമേ അത് വരുന്നുള്ളൂ. തുച്ഛമായ പൈസ. നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ അവർ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഇനി അതല്ല നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുട്ടുവേദന, നടുവേദന ഒക്കെ പോലെയുള്ള ഒരു ഇച്ചിരി പ്രായമായതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ഡോക്ടർ ഉൾപ്പെടെ ഇവിടെ എൻഗേജ് ആക്കുന്നതിനുള്ള യോഗ ഹാള്, വളരെ വിശാലമായിട്ടുള്ള യോഗ ഹാള്. അവർക്ക് ആയുർവേദത്തിന്റെ ഈ ഉഴിച്ചിലൊക്കെ കൊടുക്കുന്ന ഫുൾ ബോഡി മസാജ് ഒക്കെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് മുറികൾ. അവർക്ക് അത്യാവശ്യം വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വായിക്കാനും, അതുപോലെ അത്യാവശ്യം TV ഒക്കെ കണ്ടിരുന്ന് ചർച്ച ചെയ്യാനും ഇഷ്ടമാണെങ്കിൽ അതിനും ഒക്കെ ആയിട്ടൊക്കെയുള്ള സംവിധാനമാണ് ബോധി ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നമുക്കൊന്ന് ഇറങ്ങി പുറത്തൊക്കെ ഇരുന്ന് ഒരു ഇച്ചിരി കാഴ്ചകളൊക്കെ കണ്ട് പരസ്പരം അവർക്ക് ഒന്ന് സംസാരിച്ചൊക്കെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നതിന് തക്കമായ ആംബിയൻസ് ആണ് ബോധിയിലുള്ളത്. നമുക്ക് വാർദ്ധക്യത്തിൽ സൈക്കോളജി കൗൺസിലിങ്ങിന്റെ ആവശ്യം വന്നേക്കുമല്ലോ. അപ്പൊ അതിനുള്ള സംവിധാനവും സൈക്കോളജി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളത് ബോധി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല മുറികളാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഒരു മുറി പോലെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ആർട്ടിഫിഷ്യൽ സംഗതി ഒന്നും തോന്നാത്ത നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് പോലത്തെ ഒരു ഫീല് കിട്ടും. ഇവിടുത്തെ സ്റ്റാഫ് സ്നേഹം കൊണ്ട് മുഴുവൻ എങ്ങും പച്ചപ്പാണ് കേട്ടോ. അത്യാവശ്യം തിരുവനന്തപുരം സിറ്റിയുടെ ഒത്ത നടുക്കായതുകൊണ്ടും വലിയ ഹോസ്പിറ്റലുകളൊക്കെ ചുറ്റാകെ ഉള്ളതുകൊണ്ടും എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാലും അതിനിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് ഇവരുടെ ഈ ആംബിയൻസ് ആണ്. അസാധ്യമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. അതായത് പഴയ നൊസ്റ്റാൾജിയ കാലത്തേക്ക് ഓലമേഞ്ഞ കൂരകളും ഒറ്റയ്ക്ക് വന്നിരുന്ന് കുറച്ചു നേരം വായിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിസിറ്റേഴ്സ് അലൗഡ് ആണ്. അവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ വന്ന് കാണാം, ബന്ധുക്കൾക്ക് വന്ന് കാണാം. രാവിലെ നിങ്ങൾ കൊണ്ട് വിട്ടാൽ വൈകുന്നേരം വരെയും അവരുടെ ഒരു സ്വന്തം ഇടമായി ഇത് മാറും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫുഡ് ഇവിടെ കൊടുക്കും. ഭക്ഷണം അവർക്ക് ഈ പറഞ്ഞ പോലെ മനസ്സിന് പിടിക്കുന്ന, നാവിന് പിടിക്കുന്ന, അവരുടെ രുചിക്കനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ഭക്ഷണം കൊടുക്കും. പലപ്പോഴും നമ്മൾ ഈ പകൽ വീട് എന്ന് കേട്ടിട്ടുണ്ടല്ലേ. വയസ്സായ മനുഷ്യർക്ക് വീട്ടിൽ വല്ലാത്തൊരു മുഷിപ്പിൽ, ഒരു മടുപ്പിൽ കിടക്കുമ്പോൾ അവിടെ നിന്നൊരു പകൽ വീടെന്ന സെറ്റപ്പിലേക്ക് നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയ ഒരുപാട് പൈസ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർക്ക് സന്തോഷം കിട്ടുന്ന, അവർക്ക് ആരോഗ്യം കിട്ടുന്ന ഒരു കാര്യത്തിനെ നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന, നിങ്ങളുടെ പോക്കറ്റിൽ നിൽക്കുന്ന തുകയുള്ളൂ. ഈ കോൺടാക്റ്റിലേക്ക് വിളിച്ചോളൂ. ബോധിയിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സുസ്വാഗതം. ഇവിടെ നമ്മുടെ ഓഫീസിന്റെ ഒക്കെ അടുത്ത്, നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഞാൻ വന്ന് നോക്കിക്കോളാം. അപ്പോൾ അവർക്ക് ഹാപ്പിയോ.